കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ സ്ലാബ് വീണ് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ. മരിച്ച തൊഴിലാളികളുടെ കുടുംബത്തിന് അടിയന്തര സഹായമായി 1 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. കെട്ടിടങ്ങളുടെ ബലക്ഷയം പരിശോധിക്കാൻ കോർപ്പറേഷൻ അന്വേഷണം പ്രഖ്യാപിച്ചു. അപകടത്തിനിടയാക്കിയ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടായിരുന്നില്ലെന്നും എന്നാൽ കാലപ്പഴക്കം മൂലം പൊളിച്ചു പണിയാൻ തീരുമാനിച്ച കെട്ടിടമാണെന്നും മേയർ ഒ സദാശിവൻ പറഞ്ഞു. അപകടം നടന്ന കെട്ടിടം ഒഴിയാൻ കട ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിലൊക്കെ കുറെ കൂടി കൃത്യമായി ഈ വക കാര്യങ്ങളിൽ ഇതുവരെ സ്വീകരിച്ചു വന്ന നടപടികളിലും അതുപോലെ ഇത്തരം കാര്യങ്ങളോട് ഇനി അങ്ങോട്ട് എടുക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി കോർപ്പറേഷൻ കൗൺസിൽ എന്നുള്ള നിലയ്ക്ക് ആലോചിച്ച് സർക്കാരിൻ്റെ കൂടി സഹായത്തോടുകൂടെ ഒരു അന്വേഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. സർക്കാരിൽ നിന്ന് ആ കുടുംബത്തിന് ആവശ്യമായ സഹായം, സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കൗൺസിൽ താൽപ്പര്യപ്പെടുന്നു. എന്തായിരുന്നാലും ആ കുടുംബത്തെ പരിരക്ഷിക്കുന്നതിന് ആവശ്യമായതെല്ലാം സാധ്യമായതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും നടപടികൾ ഉണ്ടാവും. അടിയന്തരമായി കൊണ്ട് മേയർ ഫണ്ടിൽ നിന്ന് മരണപ്പെട്ട കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എന്നുള്ളതിലേക്ക് 1 ലക്ഷം രൂപ നൽകുന്നതിനും പരിക്ക് പറ്റിയുള്ള ഒരാൾക്ക് 50,000 രൂപ അടിയന്തര സഹായം എന്നതിലേക്ക് കൊടുക്കണം എന്നും മേയർ ഫണ്ടിൽ നിന്ന് കൊടുക്കണമെന്ന് 1 ലക്ഷം രൂപ. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF ആവശ്യപ്പെട്ടു. അപകടത്തിന് പിന്നിൽ പാളയം മാർക്കറ്റ് ഒഴിപ്പിക്കാനുള്ള നീക്കമാണോ എന്ന് സംശയിക്കുന്നതായും UDF കൗൺസിലർമാർ ആരോപിച്ചു. ഇതൊരു കച്ചവട താല്പര്യം മാത്രമാണ് അവർക്കുള്ളത്. എല്ലാ നിയമങ്ങളും ലംഘിച്ച് CRZ നിയമങ്ങൾ ലംഘിച്ച് ഒരു കെട്ടിടം ഉണ്ടാക്കുക, നിങ്ങൾ അങ്ങോട്ട് വേണമെങ്കിൽ മാറിക്കോളൂ, അല്ലെങ്കിൽ നിർബന്ധവും മാറണം, ലൈസൻസ് പുതുക്കി തരില്ല എന്ന് മുൻധാരണയിലൂടെ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് അതിനെതിരെ കണ്ണടച്ചിരിക്കാനോ ഇപ്പൊ ഈ കിട്ടിയ ചാൻസിൽ പാളയത്തെ ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അപ്പൊ നമ്മൾ സംശയിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇത് ആസൂത്രിതമായി ഉണ്ടാക്കിയിട്ടുള്ള കൊലപാതകമാണോ എന്നുകൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. BJPയും കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തി വലിയ പ്രതിഷേധമാണ് ഇന്നലെ ഈ അപകടത്തിന് ശേഷം കോർപ്പറേഷൻ അധികൃതർക്ക് നേരെ കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതുമുന്നണിക്കെതിരെ ഉയരുന്നത്. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. അനീഷ്, ഇന്നലെ ഈ അപകടം ഉണ്ടായതിന് പിന്നിൽ കോർപ്പറേഷൻ്റെ വീഴ്ചയാണ്. കാരണം കാലപ്പഴക്കം ചെന്ന കെട്ടിടം പ്രവർത്തിപ്പിക്കാൻ അനുവദിച്ചു, ആ കെട്ടിടം കൃത്യസമയത്ത് പൊളിച്ചു നീക്കിയില്ല എന്ന ആരോപണം ശക്തമായി ഉയരുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ മേയറും ഭരണകക്ഷിയും പറയുന്നത്? ടോം, കോഴിക്കോട് നഗരത്തിൽ കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിലുള്ള 16 കെട്ടിടങ്ങൾ കാലപ്പഴക്കം വന്നതിനാൽ പൊളിച്ചു മാറ്റാനുള്ള തീരുമാനമായി എന്നാണ് കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ കാലപ്പഴക്കമുള്ള എല്ലാ കെട്ടിടങ്ങളും ബലക്ഷയമുണ്ട് എന്ന് അർത്ഥമല്ല. പല കാരണങ്ങളാലാണ്. ഒന്ന്, ഒരു കെട്ടിടം ഒരുപാട് വർഷങ്ങൾ പഴക്കം വരുമ്പോൾ അത് മാറ്റി കൂടുതൽ സൗകര്യങ്ങളുള്ള മെച്ചപ്പെട്ട നിലവാരമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കണമെന്നത് ഒരു വശത്ത്. മറ്റൊരു വശത്ത് കൂടുതൽ സൗകര്യങ്ങൾ, അതായത് പഴയ കെട്ടിടങ്ങൾ 3, 4 നിലയൊക്കെ അല്ലെങ്കിൽ 2, 3 നിലയുള്ള കെട്ടിടങ്ങളാണ്. ആ കെട്ടിടങ്ങളുടെ സ്ഥാനത്ത് ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിച്ചാൽ കൂടുതൽ കച്ചവടക്കാർക്ക് അവിടെ കച്ചവടം നടത്താനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും കഴിയും. അങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങളാലാണ് ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുള്ളതെന്ന് കോർപ്പറേഷനിൻ്റെ ഭാഗമായി മേയർ വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ 16 കെട്ടിടങ്ങളെ കണ്ടെത്തിയിരുന്നു. ആ 16 കെട്ടിടത്തിൽ ഒരു കെട്ടിടമാണ് ഈ വലിയങ്ങാടിയിലെ ഇടിഞ്ഞു വീണ കെട്ടിടം. പക്ഷേ ഈ ഇടിഞ്ഞു വീഴുന്നതിന് മുമ്പ് അതിന് വലിയ രീതിയിലുള്ള ഒരു ബലക്ഷയം ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ട് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നും ലഭിച്ചിട്ടില്ലെന്നാണ് മേയർ വ്യക്തമാക്കുന്നത്. കാലപ്പഴക്കം കൊണ്ടാണ് നിലവിൽ പൊളിച്ചു മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയത്. എന്തായാലും പൊളിച്ചു മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തുന്നതുകൊണ്ട് തന്നെ അവിടെ പുതിയ ലൈസൻസുകൾക്ക് അപേക്ഷ സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ അപേക്ഷ നൽകിയവർക്ക് കെട്ടിടം കാലപ്പഴക്കം വന്നാണ് അല്ലെങ്കിൽ ബലക്ഷയം ഉള്ളതുകൊണ്ട് നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി കുറിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും അത്തരത്തിലൊരു കുറിപ്പും പുറത്തു വന്നിരുന്നു. കാരണം എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ഈ കെട്ടിടത്തിൽ മുറി ആവശ്യപ്പെട്ട് നൽകപ്പെട്ട ഒരു അപേക്ഷയിൽ ആ കെട്ടിടത്തിന് ലൈസൻസ് നൽകാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ കുറിപ്പ്. മറുവശത്ത് വർഷങ്ങളായി ലൈസൻസുകളായി തുടരുന്നവർക്ക് അത് പുതുക്കാനുള്ള അവസരം നൽകിയെന്നും മേയർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് കെട്ടിടങ്ങൾ കോർപ്പറേഷൻ്റെ പരിധിയിൽ ഇത്തരത്തിൽ കാലഹരണപ്പെട്ട കെട്ടിടങ്ങളുണ്ട്, അല്ലെങ്കിൽ ശോച്യാവസ്ഥയിൽ തുടരുന്ന കെട്ടിടങ്ങളുണ്ട്. അവയിലൊക്കെ സമയബന്ധിതമായ ഓഡിറ്റിംഗ് നടത്താൻ കോർപ്പറേഷൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം ഈ സംഭവത്തെക്കുറിച്ച് ഈ ഭരണപരമായ എന്തെങ്കിലും വീഴ്ച
ഉണ്ടായിട്ടുണ്ടോ, ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ നടപടിക്രമങ്ങളിലോ മറ്റെന്തെങ്കിലും പോരായ്മ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി വിശദമായ ഒരു പരിശോധന ഉടൻ തന്നെ നടത്തും. അത്തരമൊരു അന്വേഷണത്തിന് സർക്കാരിന് ശുപാർശ നൽകുമെന്നും കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷം നിശ്ചിതമായ രീതിയിൽ തന്നെയാണ് നിലവിലെ നടപടിക്രമങ്ങളെ എതിർക്കുന്നത്. കാരണം ഒരു കെട്ടിടം കാലപ്പഴക്കമുണ്ട് എന്ന് പറഞ്ഞ് പൊളിക്കാനുള്ള കെട്ടിടങ്ങളുടെ പട്ടികയിൽ പെടുത്തുമ്പോൾ അവിടെ എങ്ങനെ വീണ്ടും കച്ചവടക്കാർക്ക് കച്ചവടം തുടരാൻ കഴിയും എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. നൂറുകണക്കിന് ആളുകളാണ് വലിയങ്ങാടി പോലെ ഏറ്റവും തിരക്കേറിയ ഒരു മാർക്കറ്റിൽ ഓരോ ദിവസവും എത്തിപ്പോകുന്നത്. അതുകൊണ്ട് കാലഹരണപ്പെട്ട കെട്ടിടത്തിൽ എന്തുകൊണ്ട് വീണ്ടും സ്ഥാപനങ്ങൾ തുടരുന്നു എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം നേരത്തെ മേയർ പറഞ്ഞ സാങ്കേതികതയ്ക്കപ്പുറം ഈ കെട്ടിടത്തിനായി ലൈസൻസിന് അപേക്ഷിച്ചപ്പോൾ ആ ലൈസൻസ് നിരസിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ലൈസൻസിന്റെ അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് കെട്ടിടത്തിന്റെ ബലക്ഷയം ഉള്ളത് കാരണം പുതിയ ലൈസൻസ് നൽകാൻ ആവില്ല. അത്തരത്തിൽ ഈ കെട്ടിടത്തിന് ഒരു ബലക്ഷയം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടും എന്തുകൊണ്ട് സമയോചിതമായ നടപടികൾ സ്വീകരിച്ചില്ല എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടൊരു ജുഡീഷ്യൽ അന്വേഷണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ആവശ്യപ്പെടുന്നത്. ഇവിടെ അനീഷ്, ഈ മരിച്ചവർക്ക്, അതായത് കോർപ്പറേഷന്റെ അനാസ്ഥ കാരണമാണ് ഈ തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടത്. പക്ഷെ അതിന് നഷ്ടപരിഹാരമായി നൽകുന്നത് 1,00,000 രൂപ, പരിക്കേറ്റവർക്ക് 50,000 രൂപ. ഇതിൽ തൊഴിലാളി സംഘടനകൾ തൃപ്തരാണോ? കൂടുതൽ നഷ്ടപരിഹാരം നൽകേണ്ടതില്ലേ? അത്തരം നടപടി ഉണ്ടാകുമോ? തീർച്ചയായും നഷ്ടപരിഹാരം വളരെ തുച്ഛമായതാണ് എന്ന് ഇപ്പോൾ തന്നെ വിമർശനമുണ്ട്. പക്ഷേ നമുക്കറിയാം കോർപ്പറേഷൻ ചട്ടങ്ങൾ പ്രകാരം മേയർ ഫണ്ടിൽ നിന്നും 1,00,000 രൂപയാണ് ഇത്തരം ദുരിതാശ്വാസ കാര്യങ്ങൾക്കായി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കായി മാറ്റിവെക്കാൻ കഴിയുക എന്നാണ് മേയർ അടക്കമുള്ളവർ പറയുന്നത്. അതുകൊണ്ട് ആ പരിധിയിൽ വരുന്ന 1,00,000 രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. പരിക്ക് പറ്റിയ ഒരാൾക്ക് 50,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ തുക കൈമാറണമെങ്കിൽ അതിന് സർക്കാരിൻ്റെ അനുമതി വേണം, അല്ലെങ്കിൽ സർക്കാരിൽ നിന്നാണ് അത്തരം വലിയ തുക അനുവദിക്കാനുള്ള ചട്ടങ്ങൾ നിലവിൽ ഉള്ളത്. എന്തായാലും മറ്റന്നാൾ കോർപ്പറേഷന്റെ ഒരു കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ കൗൺസിൽ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യും എന്നാണ് മേയർ അറിയിച്ചിരിക്കുന്നത്. കാരണം പലവിധ കാര്യങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. ഒന്ന്, ഈ കാലപ്പഴക്കം വന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനായി തീരുമാനമെടുത്തെങ്കിൽ പോലും അതിൻ്റെ വിശദമായ പദ്ധതി രേഖ DPR തയ്യാറാക്കിയാൽ അതിന് പുറത്ത് കൗൺസിലിൻ്റെ ഒരു ചർച്ച ആവശ്യമുണ്ട്. ഒപ്പം ഈ കാലപ്പഴക്കം വന്ന കെട്ടിടങ്ങളിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ശുപാർശ ബലക്ഷയമുണ്ട് എന്ന് ലഭിച്ചാൽ ആ കെട്ടിടം ബലക്ഷയമുണ്ട് എന്ന് അംഗീകരിക്കുന്നതിനായും കോർപ്പറേഷന്റെ കൗൺസിൽ യോഗം ചേരേണ്ടതുണ്ട്. ഒപ്പം ഇതുവരെ നടന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ മറ്റന്നാൾ നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ വളരെ വിശദമായി പരിശോധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും സംഭവബഹുലമായ രീതിയിൽ തന്നെയാവും കൗൺസിൽ യോഗം ഉണ്ടാവുക. പഴയ പോലല്ല, CPM-ന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു കൗൺസിലല്ല, അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്ന ഭൂരിപക്ഷമുള്ള കൗൺസിലല്ല. BJP-ക്കും UDF-നും ഒക്കെ ഗണ്യമായ അംഗസംഖ്യ ഉള്ള ഒരു കൗൺസിലാണ്. അതുകൊണ്ട് വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ തൊഴിലാളികൾ കെട്ടിടത്തിന്റെ സ്ലാബ് വീണ് മരിച്ച സംഭവത്തിൽ കോർപ്പറേഷൻ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മരിച്ച തൊഴിലാളികൾക്ക് അവരുടെ കുടുംബത്തിന് 1,00,000 രൂപ തുച്ഛമായൊരു നഷ്ടപരിഹാരം മാത്രമാണ് നൽകിയിരിക്കുന്നത്. കൃത്യമായ നഷ്ടപരിഹാരം നൽകണം, ഇതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വലിയ പ്രതിഷേധവുമായിരുന്നു. സ്പോട്ട് ലൈവ് പൂർണ്ണമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.